പുതിയ PSC വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് അധ്യാപന അഭിരുചിയും കേരള നവോത്ഥാനവും പുറത്തായി. പകരം മുഴുവൻ മാർക്കിനും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. സമാനമായ മറ്റ് വിഷയങ്ങളുടെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ പുറത്താക്കലെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. പരീക്ഷാ കലണ്ടറിനൊപ്പം പാഠ്യപദ്ധതിക്കുള്ള ലിങ്കും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാലാണ് മറ്റ് വിഷയങ്ങൾക്കില്ലാത്ത വിധം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയത്. ഓഗസ്റ്റ് 19-നാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷ എഴുതാൻ താൽപ്പര്യമുള്ള അപേക്ഷകർ ജൂൺ 11-നകം പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകണം, കൺഫർമേഷൻ നൽകണം. 100 മാർക്കിനാണ് പരീക്ഷ. 10 മാർക്ക് വീതമുള്ള 10 ഭാഗങ്ങളാണ് പാഠ്യപദ്ധതിയിലുള്ളത്. ഒന്നാമത്തെ ഭാഗം ടീച്ചിങ് ലാംഗ്വേജ് സ്കിൽസ്. 2 കമ്മ്യൂണിക്കേറ്റീവ് കംപ്ലീറ്റൻസ് ആൻഡ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റീവ് കംപ്ലീറ്റൻസ് ആൻഡ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തത് റിട്ടൺ കമ്മ്യൂണിക്കേറ്റീവ് കംപ്ലീറ്റൻസ് ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. 4 ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി. 5 റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. 6 ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് ആൻഡ് ഒക്യുപ്പേഷണൽ പർപ്പസ്. 7 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 8 എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. 9 ELT ആൻഡ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ. 10 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് ക്യാപ്സ്റ്റോൺ ആക്ടിവിറ്റീസ് എന്നിവയാണ് പാഠഭാഗങ്ങൾ. ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലുള്ളതാണ്. മറ്റ് വിഷയങ്ങൾക്കുള്ള ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷകൾക്ക് 70 മാർക്കിനാണ് പാഠ്യവിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, GK, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് ബാക്കി ഉള്ള പോർഷൻസ്. സീനിയറിന് 1052 അപേക്ഷകളും ജൂനിയറിന് HSST സീനിയറിന് 1052 അപേക്ഷകളും HSST ജൂനിയറിന് 893 അപേക്ഷകളുമാണ് ഉള്ളത്. പരിഷ്കരിച്ച യോഗ്യതയുമായി ഹയർ സെക്കൻഡറി ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് കഴിഞ്ഞ ഡിസംബറിലാണ് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ജൂനിയറിനും സീനിയറിനും പ്രത്യേക വിജ്ഞാപനമുണ്ട്. 26 ഒഴിവുള്ള സീനിയറിന് 1052 പേരും 5 ഒഴിവുള്ള ജൂനിയറിന് 893 പേരും അപേക്ഷിച്ചു. ഇവയ്ക്ക് പുറമെ PSC വിഭാഗക്കാർക്കുള്ള NCA വിജ്ഞാപനവുമുണ്ട്. അതിന് 59 അപേക്ഷകളാണ് ലഭിച്ചത്. ഇവരിൽ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകുന്നവർക്ക് മാത്രമേ ഓഗസ്റ്റിൽ പരീക്ഷാ സൗകര്യം ഒരുക്കുകയുള്ളൂ. ഇതിൻ്റെ മുൻപത്തെ വിജ്ഞാപനങ്ങൾക്കൊന്നും യോഗ്യരായ അപേക്ഷകരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യോഗ്യതയിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അതനുസരിച്ചുള്ള ആദ്യ പരീക്ഷയാണ് PSC നടത്തുന്നത്. മറ്റ് വിഷയങ്ങൾക്ക് എന്ന പോലെ 70:30 എന്ന അനുപാതത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ PSCക്ക് നിവേദനം നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി വിശേഷങ്ങളുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.